നമസ്കാരം, എല്ലാവർക്കും ട്രാവൽ ടുഗദർ UAE എന്ന എന്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഞാൻ യൂട്യൂബിൽ കുറച്ച് നാളായിട്ട് കുറച്ച് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തായിരുന്നു. പക്ഷെ ഇത്രയും നാളായിട്ട് നമ്മൾ യൂട്യൂബില് വോയിസ് ഒന്നും കൊടുത്തിരുന്നില്ല. AI സപ്പോർട്ടുള്ള കുറച്ച് വോയിസ് ആയിരുന്നു ഇട്ടിരുന്നത്. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ പോലും അവരെല്ലാവരും എന്നോട് പറയുമായിരുന്നു കുറച്ച് എന്റെ സ്വന്തം വോയിസിൽ ഒരു വീഡിയോ ചെയ്യാൻ. അപ്പൊ അങ്ങനെ കുറെ നാൾക്ക് ശേഷം കുറച്ച് സബ്സ്ക്രൈബർ ആണെങ്കിലും അവരുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ എന്റെ സ്വന്തം വോയിസിൽ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. അപ്പോൾ എന്റെ വീഡിയോ പറ്റിയും ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന, സഞ്ചാരം ഇഷ്ടപ്പെടുന്ന, കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഈ ചാനലിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത് ഈ യാത്രകൾ തരുന്ന സന്തോഷങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മഹത് വ്യക്തികളിലൊന്നായ കേരളത്തിന്റെ അഭിമാനമായ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരുപാട് യാത്രകളുടെ വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ധനവാൻ. നമ്മുടെ കയ്യിൽ പൈസയോ ഒന്നുമല്ല, നമ്മൾ എത്രത്തോളം സഞ്ചരിച്ചു, എത്രത്തോളം കൾച്ചർ കണ്ടു, എത്രത്തോളം രാജ്യങ്ങൾ കണ്ടു, അത് നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ ട്രാവൽ ടുഗദർ എന്നുള്ള ചാനലിലോട്ട് സ്വാഗതം. ഇതിലെ ഓരോരോ കാഴ്ചകളും ഓരോരോ സ്ഥലങ്ങളും നമ്മൾക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ഇതിലെ സന്തോഷവും സങ്കടങ്ങളും ഓരോ രാജ്യത്തിലെ കാഴ്ചകളും എല്ലാം ഒരുമിച്ച് കാണാം. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്റെ ചാനലിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ, എന്റെ ആദ്യത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മനസ്സിൽ ആലോചിച്ചിരുന്നത് ഒരു വീഡിയോ എങ്ങനെ അല്ലെങ്കിൽ എന്റെ ചാനൽ എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിന് ഞാൻ ഇത്രയും നാളെ എന്റെ വീഡിയോസ് എല്ലാം എന്റെ മൊബൈൽ ഫോണിലാണ് എടുത്തിരുന്നത്. പക്ഷെ മൊബൈൽ ഫോണിൽ എടുക്കുമ്പോൾ യൂട്യൂബിന്റേതായ ഒരു ക്വാളിറ്റിയും ആ ക്ലാരിറ്റിയും ഒക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അപ്പൊ അതിനു വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ എന്റെ മൊബൈൽ ഫോൺ മാറ്റി ഒരു ക്യാമറ എന്നുള്ള രീതിയിലോട്ട് പോകാൻ വേണ്ടിയാണ് എല്ലാവരും എന്നോട് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ കുറെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഒരു വ്ലോഗർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട നല്ലൊരു ക്യാമറയാണ്. ആ നല്ല ക്യാമറകളിലൂടെ നല്ല കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ദുബായ് മോളിലെ ജംബോ എന്ന ഒരു ഷോപ്പിൽ അവിചാരിതമായിട്ട് പോകാൻ ഇടയാവുകയും ഒരു ഗോപ്രോ എന്നുള്ള ഒരു കമ്പനി, അതായത് ഗോപ്രോനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള വ്ലോഗർമാർക്ക് പറ്റിയ ക്യാമറയാണ്. നമ്മൾ ബൈക്കിലായാലും കാറിലായാലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അഡ്വഞ്ചർ വീഡിയോസ് എടുക്കാൻ പറ്റിയ ക്യാമറയാണ്. അപ്പോൾ നോർമലി ഈ ക്യാമറ എന്ന് പറയുന്നത് യൂട്യൂബേഴ്സിനും പ്രൊഫഷണൽ ആയിട്ടുള്ള ബ്ലോഗേഴ്സിനും എല്ലാവർക്കും വളരെ ഉത്തമമായ ഒരു ക്യാമറയാണ്. അപ്പൊ നിങ്ങൾക്കും ഈ ക്യാമറനെ പറ്റി ഇത് പരസ്യമൊന്നുമല്ല, എന്റെ ചാനലിന്റെ ഒരു ഫസ്റ്റ് വീഡിയോ ഞാൻ എന്റെ ഒരു സഹചാരിയാണ് ഇപ്പൊ എന്റെ കൂടെ ഇനി എപ്പോഴും ഈ ക്യാമറ ഉണ്ടാവും. ഈ ക്യാമറയിലൂടെ ആയിരിക്കും ഞാൻ ഇനി എന്റെ എടുക്കാൻ പോകുന്ന എല്ലാ വീഡിയോസും ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ പോലും എന്റെ ഫോണിൽ എടുക്കുന്നതാണ്. ഇനി മുതൽ നല്ല നല്ല വീഡിയോസ് നല്ല നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ഈ ക്യാമറ എന്നെ സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ക്യാമറ. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗോപ്രോയുടെ 13 ബ്ലാക്ക് എന്നുള്ള ക്യാമറയാണ്. അപ്പോൾ ഈ ക്യാമറ ശരിക്കും ഞാൻ ഇപ്പൊ ഇതിന്റെ പ്രൈസ് ദുബായിൽ ഏതാണ്ട് ഒരു 2500 ദിറംസോളം വരുന്നുണ്ട്. ഈ പ്രൈസ് പറഞ്ഞത് വേറൊന്നുമല്ല, എന്നെ പോലെ യൂട്യൂബേഴ്സ് ആകാനും പുതിയ പുതിയ കാര്യങ്ങൾ വാങ്ങാനും ആഗ്രഹമുള്ളവർക്ക് ഇതിന്റെ പ്രൈസും ഇതൊക്കെ സഹായിക്കും. അപ്പോൾ ഇത് ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 50,000 രൂപയോളം വരും. പക്ഷെ ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു സ്പെഷ്യൽ പ്രൈസിൽ കിട്ടി. അപ്പൊ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ നേരെ ആ ക്യാമറയിലോട്ട് ഇത് വാങ്ങി. അപ്പൊ എന്തായാലും ഈ ക്യാമറ നമ്മൾ തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് എന്റെ ക്യാമറ, നിങ്ങൾ എല്ലാരും കാണുക. ഓക്കെ, ഇനി നമ്മൾ ഇത് അൺബോക്സ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോ നമ്മൾ നമ്മുടെ ഗോപ്രോ തുറക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് ഇതില് 1-2 ഫീച്ചേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോ ഇതാണ് ശരിക്കും ഗോപ്രോന്റെ മോഡല്, ഈ ക്രിയേറ്റർ എഡിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞോ ഇല്ലെന്ന് എനിക്കൊരു സംശയമുണ്ട്. ദുബായിൽ 2 ടൈപ്പ് ഗോപ്രോ കിട്ടുമെന്ന് പറഞ്ഞു. ഒന്ന് ക്രിയേറ്റർ എഡിഷനും ഒന്ന് നോർമൽ എഡിഷനും. ശരിക്കും ക്രിയേറ്റർ എഡിഷനും നോർമൽ എഡിഷനും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ഉണ്ട്.
അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്യാമറയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ വോൾട്ട ഗ്രിപ്പ്. ഈ വോൾട്ട ഗ്രിപ്പാണ് ഈ ഗോപ്രോ ക്യാമറയുടെ ഗോപ്രോ 13ന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പണ്ട് സമയത്ത് ഗോപ്രോ 12 പല വെർഷൻ ഉണ്ടായിരുന്നു. അതിലുള്ള മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ പ്രശ്നം എല്ലാ യൂട്യൂബേഴ്സും എല്ലാ ബ്ലോഗേഴ്സും പറയും. ഗോപ്രോവിന് നമ്മൾ സാധാരണ വലിയ ഷൂട്ടിന് പോകുമ്പോൾ എക്സ്ട്രാ ഒരു 3 ബാറ്ററി എങ്കിലും ആൾക്കാർ കയ്യിൽ കരുതിയിട്ടുണ്ടാവും. അപ്പോ ഗോപ്രോ 13 വന്നപ്പോൾ അവരത് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ഇതിന്റെ സപ്പോർട്ടോട് കൂടി ഇതിന്റെ ബാറ്ററി ചാർജ് ഇത് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കടയിൽ പോയി ചോദിച്ചു, ഞാനൊരു ബിഗിനറാണ്, എനിക്ക് ബേസിക് കിറ്റ് പോരെ, പ്രൈസിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ എന്ന്. അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് കിറ്റ് വാങ്ങാം, പക്ഷെ ഈ വോൾട്ടയുടെ ഈ ഗ്രിപ്പ് ഉണ്ടല്ലോ അത് ഒരിക്കലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടില്ല. ഇത് പുറത്തുനിന്ന് വാങ്ങാൻ ആൾക്കാർക്ക് സാധിക്കുമെങ്കിൽ അവർക്ക് ഈ മോഡല് സെല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഗോപ്രോ 13ന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വോൾട്ട ഗ്രിപ്പാണ്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മെമ്മറിയും ഇതിന്റെ എല്ലാത്തിനെയും ഇത് ഇംപ്രൂവ് ചെയ്യുന്നുള്ളതാണ്. ഇതിന്റെ ഡ്യൂറബിലിറ്റി ഒരു സാധാരണ നമ്മൾ ഇത് ശരിക്കും ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ. പിന്നെ അത് കൂടാതെ ഇതിന്റെ അകത്ത് പല ടൈപ്പ് വൈഡ് ആംഗിൾ ലെൻസസ് ഒക്കെ അവര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ ടൈപ്പ് ഉണ്ട്, വൈഡ് ആംഗിൾ ഉണ്ട്, മൈക്രോ ആംഗിൾ ഉണ്ട്, അത് ഇതിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇതിന്റെ കൂടെ കിട്ടില്ല, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. അപ്പൊ ഈ ആംഗിൾ ലെൻസ് ഒക്കെ ഇതിൽ ഫിറ്റ് ചെയ്യാവുന്നത് അതിന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ ഇതില് ഓരോരോ ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗോപ്രോ മൊബൈല് ഏറ്റവും ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ആപ്പിലൂടെയാണ്. അത് നമ്മൾ ശരിക്കും ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അതിൽ ആപ്പ് ഉണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗോപ്രോ ക്യാമറയും മൊബൈലും തമ്മിൽ കണക്ട് ചെയ്യാം, ഡാറ്റകൾ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഈ കിറ്റിന്റെ കൂടെ നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നത് ഒരു ക്യാമറ കിട്ടും, എക്സ്ട്രാ ലൈറ്റ് കിട്ടും, മൈക്ക് കിട്ടും. ഇതിന്റെ കൂടെ മെയിൻ ആയിട്ട് നേരത്തെ പറഞ്ഞ സാധനങ്ങളോട് ഈ വോൾട്ട ബാർ നമുക്കിത് അതിന്റെ കൂടെ എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാം സമ്മതത്തോടു കൂടി എന്റെ ലേറ്റസ്റ്റ് ഗോപ്രോ 13 ബ്ലാക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ നമ്മൾ ഇത് അൺബോക്സ് ചെയ്തു. ഇതിൽ നിന്നും ആ കവറ് പുറത്തെടുക്കാൻ പോവുകയാണ്. വാവ്, ഇതാണ് അതിൽ നിന്ന് നമുക്ക് പുറത്തെടുത്തത്. വളരെ മനോഹരമായ ഒരു കവറ്. മനോഹരം മാത്രമല്ല, വളരെ സ്ട്രോങ് കൂടെയാണ്. ശരിക്കും ഈ ഒരു കവർ ഉണ്ടെങ്കിൽ തന്നെ ക്യാമറക്ക് നല്ല പ്രൊട്ടക്ഷൻ ആണ്. ശരിക്കും ഗോപ്രോ ക്യാമറയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി. അതായത് ഇത് ആക്ഷൻ ക്യാമറകളാണ്. സ്റ്റണ്ടുകൾ ചെയ്യാനും ബൈക്കിൽ ഫിറ്റ് ചെയ്യാനും കാറിലൊക്കെ ഫിറ്റ് ചെയ്യാനും പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് 10 മീറ്റർ വെള്ളത്തിന്റെ അടിയിൽ ഇത് ക്യാമറ പോയാലും ഒരു പ്രശ്നവും വരില്ല. അണ്ടർ വാട്ടർ റെക്കോർഡിംഗ് ഒക്കെ ഉള്ളത്. അപ്പൊ അതേപോലെ തന്നെയാണ് അവർ ഇതിന്റെ കവറും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് നാളായി യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പൊ ഞാൻ 2 മാസമായി. അന്ന് തുടങ്ങി എല്ലാരും പറയും നിന്റെ ക്യാമറയുടെ ക്വാളിറ്റി കൂട്ടണമെന്ന്. ഒരുപാട് നാളായി ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും ഇതോടെ ഞാനിത് തുറക്കുവാണ്, എന്റെ ഗോപ്രോ ലേറ്റസ്റ്റ് വെർഷൻ. ഇത് കണ്ട, നമ്മളിത് ഫസ്റ്റ് തന്നെ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർ എഴുതിയിട്ടുണ്ട്, ക്രിയേറ്റർ എഡിഷൻ മസ്റ്റ് ബി അപ്ഡേറ്റഡ് ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്. ഇത് ഈ ഗോപ്രോ ക്യാമറ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ക്യാമറ നമ്മുടെ ബ്ലൂടൂത്ത് വഴി കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് അതില് സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ ഓരോരോ സാധനങ്ങളായി ഇതിൽ നിന്ന് എടുക്കുകയാണ്. ഇതാണ് ഇതിന്റെ ഫ്ലാഷ് ലൈറ്റ്. കണ്ടോ, ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് ഇത്. അതുകൂടാതെ നമ്മളുടെ ഭാഗത്ത് ബാറ്ററി ഉണ്ട്. ഇത് നല്ല പഴയ 12 പ്രോനെയും കാട്ടി ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ബാറ്ററിയാണ്. അപ്പൊ നമ്മൾ ബാറ്ററി ഇതൊക്കെ കണ്ടു. പിന്നെ ഇതാണ് നമ്മുടെ ഇതുണ്ട്, ഇതാണ് ഇതിന്റെ മീഡിയ മോഡ്. അപ്പോ ഇതാണ് ഞാൻ വളരെ ദിവസങ്ങളായിട്ട് കാത്തിരുന്ന
ക്യാമറയാണ്. GoPro 13 ലിമിറ്റഡ് എഡിഷൻ, അതായത് ക്രിയേറ്റീവ് വെർഷൻ ആണിത്. ഇതിന്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും നമുക്ക് സ്ക്രീൻ ഉണ്ട്. ഫ്രണ്ട് സൈഡിലെ സ്ക്രീൻ ഏതാണ്ട് 2.27ഉം ബാക്കിൽ 1.4ഉം അങ്ങനെ ഇതാണ് ഡിസ്പ്ലേ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന്റെ സ്ക്രീൻ ഒക്കെ റിമൂവ് ചെയ്യാണ്. ഇതാണ് ഇതിന്റെ ബാക്കിലെ ഡിസ്പ്ലേ. 1.4 സംതിങ് അതിന്റെ ഇഞ്ചസ് ഉണ്ട്. ഇതാണ് ഫ്രണ്ട് സ്ക്രീൻ, 2.27 ഇഞ്ച്. ഇവൻ ചെറിയ സൈസേ ഉള്ളൂ എങ്കിലും ഇത് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ വളരെ നമ്മൾക്ക് ചിന്തിക്കാവുന്ന അപ്പുറത്തുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇത് തരുന്നത്. അപ്പോൾ എന്തായാലും ഇതെല്ലാമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ചാർജ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാറ്ററിയും ഇതൊക്കെ ഇടണം. പിന്നെ അത് കൂടാതെ നിങ്ങൾ ഇതിൽ മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ സൂക്ഷിക്കണം. കാര്യം ഇതിലെ 5Kയും 4Kയും വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ 16 GB ഈ റാമൊക്കെയുള്ള SD കാർഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ 8 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും കാർഡ് ഫുള്ളാവും. അപ്പോൾ എന്നോട് ഇവിടെ കടയിലെ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ മിനിമം ഒരു 256 ഉള്ള മെമ്മറി കാർഡ് കൂടുതൽ വാങ്ങിയാൽ ഇത് ഏറ്റവും കൂടുതൽ നേരം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെമ്മറി കാർഡും എല്ലാം വാങ്ങി എല്ലാം നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്തായാലും ഇതൊന്ന് ചാർജ് ചെയ്ത് ഇത് അപ്ഡേറ്റ് ചെയ്യണം. ഇത് അപ്ഡേറ്റ് ചെയ്താലേ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇതിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ട, ക്രിയേറ്റർ എഡിഷൻ മസ്റ്റ് ബി അപ്ഡേറ്റഡ് ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്. അപ്പൊ ഞാനിത് ചാർജ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യും, ഇതെങ്ങനെ വർക്ക് ചെയ്യും, ഇതിന്റെ അനുഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, നമ്മൾ ഇതിലെ ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതെടുത്ത് പുറത്തുനിന്ന് മാറ്റി വെച്ചു. അപ്പോൾ ഇതിന്റെ അകത്ത് മൈക്ക്, അതിന്റെ ഓരോരോ കേബിൾ ഉണ്ട്, ഓരോരോ കണക്ഷന്റെ ഓരോ സാധനങ്ങളെല്ലാം ഉണ്ട്. അത് ഓരോന്നായിട്ട് ഉണ്ട്, പല പല ടൈപ്പ്. ഇത് ക്യാമറ നമ്മുടെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരിതാണ് എല്ലാ സാധനങ്ങളും. പിന്നെ ഓരോരോ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ക്യാമറ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈക്കിലും കാറിലും സൈക്കിളിലും എല്ലായിടത്തും പോകുമ്പോൾ ഇത് കണക്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരുപാട് ഐറ്റംസ് നമ്മൾ എക്സ്ട്രാ വാങ്ങുവാണെങ്കിൽ നമുക്ക് ഹെൽമെറ്റിലായാലും ബൈക്കിലായാലും കാറിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ചാർജർ. അപ്പോൾ നമ്മൾ ഗോപ്രോന്റെ ക്യാമറയുടെ എന്താ പറയുക അൺബോക്സിങ് ചെയ്തു ഇന്ന്. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നെന്നും ഇതിലെ ഓരോരോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ഇതെല്ലാം കണ്ട എല്ലാവർക്കും വളരെ നന്ദി. ഇനിയും നിങ്ങളെല്ലാവരും ഇത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുമെങ്കിൽ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്താൽ വളരെ വളരെ ഉപകാരമായിരിക്കും. പിന്നെ ഈ വീഡിയോ ശരിക്കും ഇതൊരു വാങ്ങാനുള്ള ഒരു റെക്കമെൻഡേഷൻ ഒന്നുമല്ല. മാർക്കറ്റിൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാമറാസ് ഉണ്ട്. ഓരോ ആൾക്കാരും അവരവർക്ക് യോജിക്കുന്ന ക്യാമറകൾ വാങ്ങുക. ഞാനിത് ബെസ്റ്റ് ക്യാമറ ആണെന്നൊന്നും പറയുന്നില്ല. കാര്യം ഓരോരുത്തരുടെ യൂസ് പലതാണ്. അപ്പോൾ ഓരോ യൂസിനും അവരവർക്ക് യോജിച്ച സാധനങ്ങൾ വാങ്ങുക. പിന്നെ ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒരുപാട് മിസ്റ്റേക്കുകൾ അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾ അത് ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഇതും ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.